നമസ്തേ. ശനിയുടെയും വ്യാഴത്തിൻ്റെയും ഒക്കെ രാശിമാറ്റ കാലമാണ്. അതുകൊണ്ട് സമൂഹ മാധ്യമങ്ങൾക്കും യൂട്യൂബർമാർക്കും ചാനലുകാർക്കുമൊക്കെ ഒരു ഉത്സവ പ്രതീതിയുമാണ്. കാരണം ഏറ്റവും കൂടുതൽ വ്യൂവർഷിപ്പ് കിട്ടുന്ന ഒരു പ്രോഗ്രാമാണ് ജ്യോതിഷ അടിസ്ഥാനമാക്കിയുള്ള പരിപാടികൾ. അപ്പോൾ അതിൽ പലതും ഗുണകരമാണ്, പലതും എന്നാൽ ആശങ്കപ്പെടുത്തുന്നതുമാണ്. കാരണം ഭാഗികമായിട്ടുള്ള ഫലങ്ങളാണ് അവർ പറഞ്ഞു വയ്ക്കുന്നത്. ചില നക്ഷത്രക്കാർക്ക് മഹാഭാഗ്യം വരാൻ പോവുകയാണ്, മറ്റു ചില നക്ഷത്രക്കാർക്കാണെങ്കിൽ ഇനി ഒരു കൊല്ലത്തേക്ക് അവരുടെ കാര്യം പോക്കാണ്. ഇങ്ങനെയൊക്കെയാണ് പല വീഡിയോകളിലും കണ്ടുവരുന്നത്. എന്താണെങ്കിലും ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നമ്മൾ ജനിക്കുന്ന സമയത്ത് ഈ ശനിയും വ്യാഴവുമൊക്കെ ബലവത്തായിരുന്നുവെങ്കിൽ, അവർക്ക് ബലമുണ്ടായിരുന്നെങ്കിൽ, അതേപോലെ അവർ നിൽക്കുന്ന ആ ആംഗിൾ, ആ സ്ഥിതി അത് അനുകൂലമായിരുന്നെങ്കിൽ, ഈ പറഞ്ഞ രാശിമാറ്റം ദോഷകരമാണെങ്കിൽ അവരെ ദോഷമായിട്ട് കൂടുതൽ ബാധിക്കുന്നില്ല, ഗുണകരമാണെങ്കിൽ അത് കൂടുതൽ ഗുണകരമാവുകയും ചെയ്യും എന്ന് മാത്രമേ ഉള്ളൂ. അല്ലാതെ എല്ലാ വ്യക്തികൾക്കും, ഇതൊക്കെ വ്യക്തിയധിഷ്ഠിതമാണെന്നർത്ഥം, ഓരോ വ്യക്തികൾക്കും ഈ ഫലങ്ങൾ മാറും. ഇവരൊക്കെ ഈ പറയുന്ന ഫലങ്ങളെന്ന് പറയുന്നത് പൊതുവായി പറഞ്ഞു വെച്ചിരിക്കുന്ന ചില ഫലങ്ങളാണ്. ഇന്ന് ഈ രാശിയിൽ ജനിക്കുന്ന ആളുകൾക്ക് മൊത്തത്തിൽ ശനിയുടെ രാശിമാറ്റം ഗുണകരമാകുന്നു അങ്ങനെയൊന്നും വിചാരിക്കാൻ നിർവാഹമില്ല. ഭാഗികമായിട്ട് ചില സത്യങ്ങൾ അതിലുണ്ടാവാം, പക്ഷേ അതിനെ മാത്രം വിശ്വസിച്ച് മുൻപോട്ട് പോകാതിരിക്കുക. അപ്പോൾ എന്താണെങ്കിലും ശരി, ഈ ശനിയുടെയും വ്യാഴത്തിൻ്റെയും രാശിമാറ്റം നമ്മൾ ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ, രണ്ടും ഒന്നിച്ചെടുത്തു കഴിഞ്ഞാൽ, ഏറ്റവും കൂടുതൽ അതിൻ്റെ ഗുണഭോക്താക്കൾ എന്ന് പറയുന്നത് ഇടവൻ രാശിയിൽ ജനിക്കുന്നവരും തുലാം രാശിയിൽ ജനിക്കുന്നവരുമാണ്. ഈ രണ്ട് രാശിക്കാർക്ക് മാത്രമേ ഈ രണ്ട് ഗ്രഹങ്ങളുടെയും രാശിമാറ്റം ഒരേപോലെ ഗുണകരമായി മാറുന്നുള്ളൂ. അതിൽ തന്നെ ഇത്തിരി മുൻതൂക്കം ഇടവൻ രാശിക്കുമാണ്. ഇടവൻ രാശി എന്ന് പറയുമ്പോൾ കാർത്തികയുടെ 2, 3, 4 എന്നീ പാദങ്ങൾ, രോഹിണി നക്ഷത്രം, മകയിരത്തിൻ്റെ 1, 2 പാദങ്ങൾ എന്നിവയാണ്. തുലാം രാശിക്കൂർ എന്ന് പറയുന്നത് ചിത്തിരയുടെ 3, 4 പാദങ്ങൾ, ചോതി, വിശാഖത്തിൻ്റെ 1, 2, 3 പാദങ്ങൾ. അപ്പോൾ ഈ നക്ഷത്രക്കാർക്കാണ് ശരിക്കും രണ്ട് ഗ്രഹങ്ങളുടെയും രാശിമാറ്റം കൊണ്ട് ഒരേപോലെ ഗുണകരമായി മാറുന്നത്. അതുതന്നെ അവരുടെ ഗ്രഹനിലയിൽ ആ ഗ്രഹങ്ങളുടെ സ്ഥിതി എന്താണോ അതിന് ആനുപാതികമായിട്ട് മാത്രമേ ഈ ഫലസിദ്ധി ഉണ്ടാവുകയുമുള്ളൂ എന്ന് മനസ്സിലാക്കണം. മകരം രാശിക്കാർക്കും ശനി അനുകൂലതയിലേക്കാണ്, പക്ഷെ വ്യാഴം പ്രതികൂലതയിലാണ്. കുംഭം രാശിക്കാർക്ക് അതുപോലെ 7ര ശനി അവരെ വിട്ടുപോയിട്ടില്ല, ഇനിയും 2 കൊല്ലത്തിന് മുകളിൽ 7ര ശനിയുണ്ട്, അത് വ്യാഴം പക്ഷേ അനുകൂലതയിലാണ്. അതേപോലെ ചിങ്ങം രാശിക്കാർക്ക് വ്യാഴം അനുകൂലതയിലാണ്, പക്ഷേ ശനി അഷ്ടമത്തിലാണ്. അപ്പോൾ ശനി അഷ്ടമത്തിൽ നിന്ന് കഴിഞ്ഞാലും ഗുണഫലങ്ങൾ ചെയ്യുന്ന ഒരു ഗ്രഹമല്ല. 7 അവർക്ക് കണ്ടകശനി കഴിഞ്ഞിട്ടേ ഉള്ളൂ ചിങ്ങൻ രാശിക്കാർക്ക്, അതിനുശേഷം അഷ്ടമശനിയാണ്. അപ്പോൾ ഈ ചില പ്രശ്നങ്ങളിൽ നിന്നും അവർക്ക് മോചനം ലഭിക്കും, പക്ഷേ ആരോഗ്യ പ്രശ്നങ്ങളും മറ്റും അവരെ കാര്യമായിട്ട് അലട്ടുകയും ചെയ്യും. ഇനി മറ്റ് രാശിക്കൂറുകളെക്കുറിച്ചുള്ള എല്ലാ ഫലങ്ങളും ചേർത്ത് ഈ ഒരു വീഡിയോയിൽ കൊടുക്കുന്നില്ല. ഇനി ഓരോ രാശിക്കൂറിനും സംഭവിക്കാനിടയുള്ള കാര്യങ്ങളെക്കുറിച്ച് തുടർന്നുള്ള വീഡിയോകളിൽ നിങ്ങൾക്ക് കാണാം.